ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് എപ്പിസോഡ് ചൊവ്വാഴ്ചത്തെ ലൈവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ ആര്യന് കൈ ഒട്ടും എടുക്കാൻ വയ്യ, ഐസൊക്കെ വെച്ച് കൊണ്ട് നടക്കുന്നു. അത് കണക്ക് തന്നെ ബാബു മോനും കൈയെടുക്കാൻ വയ്യ, നൂറയ്ക്ക് കൈയെടുക്കാൻ വയ്യ. നൂറ എക്സസൈസ് ചെയ്യാൻ ആതിരയും അനുമോളും കൂടി പറയുന്നു, അങ്ങനെ എക്സസൈസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ആര്യൻ ഇങ്ങോട്ട് വരുന്നു. ആര്യൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ നിനക്ക് കൈ കുറഞ്ഞു? ഇല്ല, ഞാൻ കുറച്ച് ഐസ് കട്ട എടുത്ത് കയ്യിലൊക്കെ വെച്ചു എന്ന് ആര്യൻ നൂറെ എടുത്ത് പറയുന്നു. അതിനുശേഷം മോർണിംഗ് ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് മോർണിംഗ് ടാസ്കിൽ പറയണം. ഇതിനിടയ്ക്ക് അനീഷിനോട് ചോദിച്ചു, ഈ ബിഗ് ബോസിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ അനീഷ് പറഞ്ഞു, എനിക്ക് നമ്മുടെ അനുമോളോട് ചെറിയ ക്രഷ് തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ നിവിൻ നമ്മുടെ അനുമോളടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അനുമോൾ കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് ഒരു ശവനാറി മരം നിപ്പുണ്ട്, ആ ബെഡ് നീ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് അനുമോളടുത്ത് ചോദിച്ചു. എന്നിട്ട് അനുമോളടുത്ത് ചോദിച്ചു, ശവനാറി എന്ന് വീട്ടുകാരൊക്കെ എന്തിനാണ് അനുമോളെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അനുമോൾ നെവിന് നല്ല ചുട്ട മറുപടി എന്ന് വെച്ചാൽ, ഇത്രയും നമ്മുടെ നെവിൻ പ്രതീക്ഷിച്ചില്ല അനുമോൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന്. അനുമോൾ പറഞ്ഞു, ഞാൻ ശവനാറിപ്പൂ കേട്ടിട്ടുണ്ട്, ഇതുവരെ മണത്ത് നോക്കിയിട്ടില്ല. ഇതിൻ്റെ മണം അറിയാവുന്നവർ ശവനാറികളായിരിക്കുമല്ലോ ഈ പൂവ് മണപ്പിച്ച് നോക്കിയിട്ടുള്ളതെന്നും പറഞ്ഞ് നമ്മുടെ നിവിന് ബാക്കി തന്നെ കൊടുത്തു. സൂപ്പറായിരുന്നു കേട്ടോ. ദീപാവലിയായിട്ട് ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് മിച്ചർ കൊടുത്തു വിട്ടായിരുന്നു. അങ്ങനെ അനുമോൾക്ക് കൊടുത്ത് അനുമോൾ തിന്നിട്ട് പറഞ്ഞു, നല്ല മിച്ചർ ഷാനവാസി കേട്ടാ, അടിപൊളി കൊള്ളാം എന്ന് പറഞ്ഞു. ഈ മിച്ചറിൻ്റെ കൂടെ ചെറുപഴവും കൂട്ടി കഴിക്കണം, നല്ല ടേസ്റ്റ്. അതിൽ തൊട്ട് തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഷാനവാസ് ചോദിച്ചു, അങ്ങനെ കഴിക്കൂ? ഓ കഴിക്കും, നല്ല ടേസ്റ്റാണ്, ഏത്തക്കയും കൂട്ടി കഴിക്കുക. ഞാൻ കഴിച്ചിട്ടില്ല, അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാനിങ്ങനെ കഴിക്കുമായിരുന്നു, നല്ല രുചിയായിരുന്നു എന്ന് ഷാനവാസിൻ്റെ അടുത്ത് അനുമോൾ പറഞ്ഞു. അനുമോളോട് ചെറിയ ക്രഷ് ഉണ്ടെന്ന് ടാസ്കിൽ നമ്മുടെ അനീഷ് പറഞ്ഞില്ലേ, അപ്പോൾ അത് എല്ലാവരും തെറ്റിദ്ധരിച്ചെന്നും പറഞ്ഞ് അനീഷ് എന്ന് ആതിരയുടെ അടുത്ത് പറയുന്നു, വേറൊന്നും ഉദ്ദേശിക്കരുത്, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചാണ്, ഒരു സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് ശേഷം സ്ത്രീകളുമായിട്ട് ഞാനങ്ങനെ സംസാരിക്കാറില്ല, അങ്ങനെയാണ്, നമ്മൾ മനുഷ്യരല്ലേ, അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ ഭാഗം വെളുപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ ആതിര പറഞ്ഞു, ഇത് മുമ്പേ പറയേണ്ടായിരുന്ന അനീഷേട്ട, അവിടെ തന്നെ ഇത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ അനീഷേട്ടൻ്റെ കൂടെ നമ്മുടെ അനുമോൾ പറയുന്നു, അനീഷേട്ടൻ എന്നെ മോഹിപ്പിച്ച് കളഞ്ഞ അനീഷേട്ടാ എന്ന് പറയുന്നു. വേണ്ട അനീഷേട്ടാ, ഇത് എന്നോട് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു അനീഷിന്. ടിക്കറ്റ് ഫിനാലയ്ക്കുള്ള ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അക്ബർ, ആതിര, ആര്യൻ അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആര് ജയിക്കുമെന്നൊന്നും അറിയില്ല. ഗെയിം കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. 3 പേര് വെച്ചാണ് ഇപ്പം ഗെയിം കളിക്കുന്നത്. ആര്യൻ കിടന്നുറങ്ങുന്നു. നമ്മുടെ ആതിര ബിഗ് ബോസിനെ വിളിക്കുന്നു, ബിഗ് ബോസ് ആര്യൻ ഉറങ്ങുന്നു, ഉറങ്ങുന്ന കണ്ടില്ലേ എന്ന്. ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. അപ്പം ആതിര പറയുന്നു, ബിഗ് ബോസിന് ആര്യൻ ഉറങ്ങിയാലൊന്നും ഒരു കുഴപ്പമില്ലെന്ന്.